ഹലോ. ഇന്ന് മാർക്കറ്റ് നിന്നിട്ട് ഡൗൺ ആയിരുന്നു. ഇപ്പോൾ അറൗണ്ട് ഒരു 50,000 രൂപ ഇന്ന് താഴത്തേക്ക് പോയിട്ടുണ്ട്. കയറ്റിലൊരു 30,000, IF ഒരു 7,000, പിന്നെ ഇതിലേക്ക് കുറച്ച് കുറവുണ്ട്, എയർക്കാൻ്റെ കുറച്ച് കുറവുണ്ട്. എല്ലാം കൂടി ഒരു അറൗണ്ട് 50K മറ്റേ ഫ്യൂച്ചർ കോൺട്രാക്ട് ഇടിഞ്ഞത് എല്ലാം കൂടി ഒരു 50,000 രൂപ കുറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് പറഞ്ഞാൽ ട്വിറ്ററിൽ ഇഞ്ചിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിലാൾ പറഞ്ഞു തരുന്നുണ്ട്, എവ്രിബഡി ഈസ് എ ലോങ് ടേം ഇൻവെസ്റ്റർ ആൻഡ് എന്താ ഈ ക്രാഷ് കംസ്. കാരണം എല്ലാവരും ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയും, പക്ഷെ ഒരു ക്രാഷ് വരുമ്പോൾ എല്ലാവരും കയ്യിലുള്ള പൊസിഷനൊക്കെ എടുത്ത് വിൽക്കും. നമുക്ക് പൊസിഷൻ ഉള്ളതൊക്കെ ബെറ്റർ ആക്കാനുള്ളൊരു ഓപ്ഷനായിട്ട് കാണണം. പക്ഷേ കുറച്ച് ക്രാഷ് കയ്യിലുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസൊക്കെ വരുമ്പോൾ നന്നായി ഉപയോഗിക്കാൻ പറ്റും. ഈ റിലയൻസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഓഫ് റിലയൻസ് 16 ലക്ഷം കോടി. 16 ലക്ഷം കോടിയാണ് ഇപ്പോൾ റിലയൻസിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. 16 ലക്ഷം കോടി അല്ലായിരുന്നു മുമ്പ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. നമ്മുടെ വരെ ഉണ്ടായിരുന്നു 1920 ലക്ഷം കോടി അടുത്തേക്ക് ഉണ്ടായിരുന്നു. 20 ലക്ഷം കോടി എന്നാണ് 16.7 ലക്ഷം കോടിയായത്. 16.7 ലക്ഷം കോടി എന്ന് പറയുമ്പോൾ ഭയങ്കര നല്ലൊരു ബാർഗെയിനാണ്. ഒരു നല്ല താഴ്ച അതിലുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് മേടിക്കാവുന്നതാണ്. അല്ലാതെ മേടിക്കാമെന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് കമ്പനീഷനൊന്നുമില്ല. അങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇന്നിപ്പോൾ പിന്നെ ഞാൻ ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ ഉള്ള ഒരുപാട് ഷെയറുകൾ നോക്കിയിട്ട് 77 ഷെയറുകൾ, 77 കമ്പനികളിലാണ് ഹോൾഡിംഗ് ഉള്ളത്. അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഹോൾഡിംഗ് ശരിക്കും പറഞ്ഞാൽ പ്രസിഡൻറ്റിൻ്റെ പേരിലാണ് കിട്ടുന്നത്. ശരിക്കും ഒരു കാലം വെച്ചാൽ IASൽ പോയിട്ട് നമ്മൾ റിസർച്ച് ടൂൾ എടുത്തിട്ട് ഒരു സൂപ്പർ സ്റ്റാർ പോർട്ട്ഫോളിയോ എടുത്തു കഴിഞ്ഞാൽ ഇതിലൊരു ഇൻഡിവിജ്വലായിട്ടുള്ള വലിയ വലിയ ആൾക്കാരുടെയൊക്കെ ഷെയറുകൾ ഇതിലുണ്ട്. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ 36,77,786 കോടിയാണ് ഹോൾഡിംഗ് ഉള്ളത്. രണ്ടു വട്ടം റിലയൻസിന് മേടിക്കാനുള്ള അത്രയും കാശിൻ്റെ ഷെയറുകൾ ആരുടെയിലുണ്ട്? പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യയുടെ ആളുടെ അല്ല, പൊസിഷൻ്റെ, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മെയിനായിട്ട് SB മ്യൂച്വൽ ഫണ്ടാണ് പിന്നെ ഹോൾഡ് ചെയ്യുന്നത്. അത് 2,31,000 ഉള്ളൂ. 31,000 പിന്നെ ഗവൺമെൻറ് ഓഫ് സിംഗപ്പൂർ 2,19,000. നമ്മുടെ അടികളുടെ തേർഡ് ഏറ്റവും കൂടുതൽ ഉള്ളത് നമ്മുടെ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സിംഗപ്പൂർ ഗവൺമെൻറ്റാണ്. അതൊരു ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു തോന്നുന്നു. പിന്നെ നല്ല ഭാവിയിൽ വളരാൻ സാധ്യതയുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്ന കാര്യമുണ്ട് നമ്മുടെ ഷെയർ മാർക്കറ്റ്, സെക്യൂരിറ്റീസ് റിലേറ്റഡ് സർവീസുകൾ വരുന്നതൊക്കെ. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് സാധനം മനസ്സിലാക്കാം. നമ്പർ ഓഫ് ഡിമാറ്റ് അക്കൗണ്ട്സ് ഇൻ ഇന്ത്യ 175 മില്യൺ ഡിമാറ്റ്, അതായത് 17 കോടി. ഇന്ത്യയിൽ എത്ര ആൾക്കാരുണ്ട്? 140 കോടി ആൾക്കാരുണ്ട്. ഇതിനാണ് നമ്പർ ഓഫ് യൂത്ത് ഇൻ ഇന്ത്യ. പോപ്പുലേഷൻ 50 കോടി. പകുതി നിൽക്കാണെങ്കിൽ ആൾക്കാർ എന്തായാലും ഇവർക്കൊക്കെ തിരിയില്ല. 16 കോടി എന്നുള്ളത് എന്തായാലും ഏറ്റവും കൂടുതൽ 10-70 കോടിക്ക് എത്തും. അപ്പോൾ ഇപ്പോഴുള്ള ഷെയർ മാർക്കറ്റ്, സ്റ്റോക്ക് റിലേറ്റഡ് സർവീസുകൾ, ഏജൻസികളെല്ലാം വളരെ നന്നായി വളരും. അപ്പോൾ അത് വളരുന്നത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് ഞാനൊരു സ്മോൾ കേസ് ഉണ്ടാക്കി. സ്മോൾ കേസ് ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പ് ഉണ്ടാക്കാമെന്ന് വരുന്നത് ഇതിലെടുത്തിട്ട് അതിൻ്റെ സ്മോൾ കേസ് എടുക്കുകയാണ്. അതിൻ്റെ സ്മോൾ കേസൊക്കെ ക്രിയേറ്റീവ് സ്മോൾ കേസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് എൻ്റെ ഒരു തീമൊക്കെ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കാം. തീം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള പേരിലാണ് ഞാൻ ഉണ്ടാക്കിയത്. അതിലെൻ്റെ സെക്യൂരിറ്റി ഞാൻ അതിലെടുത്ത് വെച്ചിട്ടുള്ള ഇതുകളുണ്ട്. എല്ലാം സെക്യൂരിറ്റി, ഷെയർ മാർക്കറ്റ്, അലൈഡ് സർവീസുകൾ കൊടുക്കുന്ന കമ്പനികളാണ്. KFin ടെക്നോളജീസ്, CAMS കമ്പ്യൂട്ടർ ഏജ്, അത് നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ BSE ലിമിറ്റഡ്, CDSL, MCX, HDFC അസറ്റ്, നിപ്പോൺ ലൈഫ്, ആയിരത്തിലുള്ള JSW ഹോൾഡിങ്സ്, ഇതൊക്കെ AMCകളും ഇതൊക്കെ. ബാക്കിയുള്ളതൊക്കെ അൺലിസ്റ്റഡ് മാർക്കറ്റിലുണ്ട്. ഇപ്പോൾ NSE എടുത്ത് നോക്കിയാലും NSD എടുത്ത് നോക്കിയാലും അങ്ങനെ വേറെ കുറച്ച് കമ്പനികൾ അൺലിസ്റ്റഡ് മാർക്കറ്റ് ഷെയറിൻ്റെ സ്ഥലത്ത് കുറേ കൊടുക്കുന്നുണ്ട്. അതിൽ നമുക്ക് നോക്കാം. ഇത് വേണ്ട, കഴിഞ്ഞ നിഫ്റ്റി ഉണ്ടായിരുന്നത് ശരിക്കും എത്രയുള്ളൂ? 9.73 വന്നിട്ടുള്ളൂ. പക്ഷേ
ഇങ്ങനൊരു സാധനം നമ്മൾ ഇട്ടിരുന്നെങ്കിൽ അത് 76 പോലെ ഇട്ടെങ്കിൽ നമുക്ക് ഇരുപത്തിനാല്. കാരണം ഇതിങ്ങനെ വളർന്നിട്ട് മാർക്കറ്റ് കൂടുതലും മാർക്കറ്റ് ഇടില്ലായിരുന്നു. ഈ ബ്രോക്കറേജുകൾ കാര്യങ്ങൾ ഇതൊക്കെ നമ്മുടെ ബ്രോക്കറേജ് ഹൗസുകൾക്ക് കാര്യങ്ങൾക്ക് കിട്ടും. പിന്നെ ഡിമാറ്റ് അക്കൗണ്ട്, ഡിമാറ്റിൻ്റെ ചാർജ്, ഡിമാറ്റ് ലിസ്റ്റ്, ഈ കമ്പനികളിലൊക്കെ വിൽക്കുന്ന കാശിൻ്റെ ഒരു പോർഷൻ എന്തായാലും ഇവർക്കാണ് കിട്ടും. അപ്പോൾ എങ്ങനെ നോക്കിയാലും നല്ലതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ രസമായിരിക്കും. ഈ സാധനം ഞാൻ ChatGPT-യിലാണ് ഇതിൻ്റെ ലോഗോ ഉണ്ടാക്കിയത്. ഇപ്പോൾ എഡിറ്റ് ചെയ്ത് കാണിച്ചിട്ടൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് ഞാൻ അങ്ങോട്ട് പേര്. അതൊരു ആക്രോണിമാണ്. ഇൻവെസ്റ്റിംഗ് ഇൻ ന്യൂ കമർ വാല്യൂവിൽ ഇക്വിറ്റി ഷെയർസ് ട്രേഡിംഗ് ആൻഡ് മ്യൂച്വൽ ഫണ്ട് എൻവയോൺമെൻറ്റ്. അതാണ് എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. കറക്റ്റ് 250 സ്പെല്ലിങ് ഔട്ട് ഓഫ് 250 സ്പെല്ലിംഗ് എൻ്റെ ഒരു ഹോബിയാണ്. കറക്റ്റ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നത്. Small case targeting to monetize the current shifting trend of the population towards investing in stock market and mutual funds immense growth potential. ഈ ലോഗോ എടുക്കുന്ന ChatGPT സോറി നെറ്റ് ഭയങ്കര നൈസാണ്. നെറ്റ നമ്മൾ ഓരോരോ സാധനങ്ങൾ കൊടുത്തു. പക്ഷെ എപ്പോഴും ഇമേജ് ഉണ്ടാക്കുമ്പോൾ റീജനറേറ്റ് ആണ് ചെയ്യുക. അല്ലാണ്ട് നമ്മൾ പറയുന്ന കറക്റ്റ് മാറ്റം വരുത്താനുള്ള ബുദ്ധി അതിനില്ല. ഫ്യൂച്ചറിൽ പല ലോകം പക്ഷെ ഈ സാധനത്തിൽ ആകെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊക്കെ പറ്റും. ആകെയുള്ള പ്രശ്നം 1,47,222 രൂപ വേണം. ഇതിൻ്റെ വെയിറ്റേജ് നമുക്കൊന്നും കൂടി റീഡിഫൈൻ ചെയ്ത് നമ്പർ ഓഫ് ഷെയർസ് ഒന്ന് മാറ്റി പിടിച്ച് കഴിഞ്ഞാൽ എമൗണ്ട് കുറയ്ക്കാൻ പറ്റും. പക്ഷെ അതിൻ്റെ ഒരു കറക്റ്റൊരു ബൈഫർക്കേഷൻ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് പറ്റും. എന്നാലാണ് അതിൻ്റെ നമ്മൾ വിചാരിച്ചൊരു ബെനിഫിറ്റിലേക്ക് എത്തിക്കാൻ പറ്റും. അതിൻ്റെ അത്ര ഒരു വെയിറ്റ് ഇടുമ്പോൾ ഉണ്ടായതുകൊണ്ട് 1,47,222 ആവശ്യമില്ല. അങ്ങനെയാണ് കാര്യം. ഇതുവരെ ചേട്ടൻ്റെ കല്യാണവർക്ക് ഇതിലെ അത് മനസ്സിലൂടെ വന്നു. പിന്നെന്താ തൃശ്ശൂർ പിള്ളേരെ പഠിക്കാൻ പരീക്ഷയ്ക്ക് അതിൻ്റെ ഒരു റേഡിയോ മിക്കവാറും തുടങ്ങുന്നതാണ്. അപ്പോൾ മാർക്കറ്റ് ഇടിയുമ്പോൾ ആൾക്കാർക്ക് ഒരു ആവശ്യമില്ലാത്ത ഒരു സിറ്റുവേഷനാണ്. എല്ലാവരും എപ്പോഴും വാർത്തക്കുന്നത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇത്ര ലക്ഷം കോടി രൂപ തകർന്നു പോകും, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. അങ്ങനെ ആലോചിക്കില്ല. നമുക്ക് സാധനങ്ങൾ ഷെയറുകൾ വില കുറവിന് കിട്ടണം, പരമാവധി ഇൻവെസ്റ്റ് ചെയ്യുക, ഡിപ്പ് ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളെന്താ സെറ്റാക്കും. അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇപ്പോഴത്തെ ഈ താഴ്ച ഇതൊക്കെ ടെമ്പററിയാണ്. അതൊരു ലോങ് ടൈം ഇൻവെസ്റ്റർ എന്ന നിലയിൽ നമ്മളെ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് നല്ല കൺവിക്ഷനുള്ള ഷെയറുകൾ കൂടുതൽ വാങ്ങാനും നോക്കുന്നു. പക്ഷെ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ചില ഷെയറുകളിൽ നമുക്ക് അത്രയും കൺവിക്ഷൻ ഉള്ളത് പണ്ട് പറഞ്ഞ് ചെയ്യാറുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോൾ പോർട്ട്ഫോളിയോൻ്റെ സൈസ് കൂടിയപ്പോൾ ചെറിയ ഒരു എന്ത് വരുന്നുണ്ട്, ഒരു കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ഒരു ഡൈവേഴ്സിഫിക്കേഷൻ എലമെൻറ്റ് വരുന്നുണ്ട്. അത് ഈ വാറൻ ബഫറ്റിൻ്റെയും ചാർലി മുയറിൻ്റെയൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഐഡിയോളജിക്ക് എതിരാണ്. അങ്ങനെ കൺവിക്ഷൻ കുറച്ച് കൂട്ടാവുന്ന കുറച്ച് ഷെയറുകൾ കണ്ടുപിടിക്കാൻ നോക്കണം. നമ്മൾ ഇന്നലെ കാരണം കുറച്ച് അനോമലീസ് ആയിട്ടുള്ള ഷെയറുകൾ കണ്ടുപിടിച്ച് അതിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യണം വിചാരിക്കും. അങ്ങനെയൊക്കെയാണ് കാര്യം. അപ്പോൾ പിന്നെ വേറെ കാര്യങ്ങളൊന്നും സുഖമില്ല, ഇതൊക്കെ തന്നെ ചെയ്യും. ഇതിലൊരു ഹാപ്പിനെസ് കാണാൻ വിചാരിക്കും. പിന്നെ എന്താ ടൈപ്പിംഗ് ക്വാളിഫിക്കേഷൻ ക്ലാസ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ ചെയ്യാം. ചെയ്യണം, അതൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കണം. അതൊക്കെയാണ് ഗൈസ്. ടാറ്റ, ബൈ.